ഹായ് വ്യൂവേഴ്സ്, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നൊരു ചെമ്മീൻ കറിയാണ്. കറിക്ക് ആവശ്യമായ സാധനങ്ങൾ: ഒരു വലിയ സവാള കട്ട് ചെയ്തത്, 10-12 ഉള്ളി, 6-7 വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി ചതച്ചത്, 3 പച്ചമുളക്, 2 തണ്ട് കറിവേപ്പില, 2 തക്കാളി കട്ട് ചെയ്തത്, 1/2 കിലോ ചെമ്മീൻ, 2 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ ഗരം മസാല, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇത്രയുമാണ് കറിക്ക് ആവശ്യമായ സാധനങ്ങൾ. അതിനാദ്യം ചട്ടി അടുപ്പത്ത് വെക്കാം. ചട്ടി ചൂടായതിനു ശേഷം അതിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് നന്നായി വഴറ്റുക. വെളുത്തുള്ളി ഇഞ്ചിയും നന്നായി വഴണ്ട് വരുമ്പോൾ ഇതിലേക്ക് ചെറിയ ഉള്ളിയും സവാളയും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. ഉള്ളിയെല്ലാം നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പൊടികളെല്ലാം ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. പൊടികളെല്ലാം പച്ചമണം മാറുന്നവരെ നന്നായി ഇങ്ങനെ വഴറ്റിയെടുക്കുക. പൊടിയുടെ എല്ലാം പച്ചമണം മാറി ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള കൂടി ചേർത്ത് നന്നായി വഴറ്റുക. ഇതിലേക്ക് 2 പച്ചമുളകും കുറച്ച് കറിവേപ്പില കൂടിയും ചേർത്ത് നന്നായി ഇളക്കിയെടുക്കുക. ശേഷം 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് തക്കാളിയൊക്കെ നന്നായി അടച്ചു വെച്ച് വേവിക്കുക. തക്കാളി ഇപ്പോൾ നന്നായി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഈ ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇനി അതിലേക്ക് കുറച്ച് പുളിവെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വാളംപുളിയാണ് എടുത്തിരിക്കുന്നത്. കുടംപുളി ഉള്ളവർക്ക് അത് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കാം. എല്ലാം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇവയെല്ലാം നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ചെമ്മീൻ കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 തണ്ട് വേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ചെമ്മീൻ കറി റെഡിയായി.